ഏവർക്കും മറ്റൊരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ല നമ്മൾ ഒരു റീസൈക്കിൾ വ്യൂ എങ്ങനെ ഇമേജ് ഉൾപ്പെടുത്താമെന്ന് കാണിച്ചു. ഇന്ന് ആ ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു ആക്ടിവിറ്റിയിൽ എങ്ങനെ ആ ഇമേജ് പ്രദർശിപ്പിക്കുമെന്നാണ് കാണിക്കുന്നത്. അതിന് നമ്മുടെ മെയിൻ ആക്ടിവിറ്റി .java റീസൈക്ലർ അഡാപ്റ്റർ .java നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പുതിയ ആക്ടിവിറ്റിയാണ്. അത് ഞാൻ പുതിയൊരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. empty activity. അത് ഞാൻ ഇമേജ് വ്യൂ ആക്ടിവിറ്റി എന്ന് പേര് കൊടുത്തു. നമ്മുടെ ആക്ടിവിറ്റി ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. നമുക്കതിൽ അതിൻ്റെ XML ഫയലിൽ നമ്മൾക്കൊരു ഇമേജ് വ്യൂ ഇൻസേർട്ട് ചെയ്യണം. അതിനായി ഞാനിതിൻ്റെ ലേഔട്ടിൻ്റെ റൂട്ട് എലിമെൻറ്റ് റിലേറ്റീവ് ലേഔട്ടായി ഡിക്ലെയർ ചെയ്യുന്നു. തുടർന്ന് ഒരു ഇമേജ് വ്യൂ കൊടുക്കുന്നു. അതിൻ്റെ വിഡ്ത്ത് ഹൈറ്റ് ഞാൻ റാപ്പ് കണ്ടൻ്റ് ആയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ID എന്നുള്ളത് ജസ്റ്റ് ഇമേജ് എന്ന് മാത്രം കൊടുക്കുന്നുള്ളൂ. അത് സെൻട്രൽ ആകാൻ വേണ്ടി സെൻട്രൽ ഹൊറിസോണ്ടലും സെൻട്രൽ വെർട്ടിക്കലും ത്രൂ ആയി ഡിക്ലെയർ ചെയ്തു. ഇതോടെ നമ്മുടെ ആക്ടിവിറ്റി ഇവിടെ പൂർണ്ണമായി. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇമേജ് അതിൽ ഇട്ട് നോക്കാം. ബിഗ് വൺ. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം അതിൻ്റെ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കത് ഒഴിവാക്കാം. എന്നിട്ട് നമ്മുടെ റീസൈക്ലർ അഡാപ്റ്റർ എടുക്കുക. അതിൽ നമ്മൾ വ്യൂ ഫോൾഡറിൻ്റെ അവിടെ കൊടുത്തെടുത്ത് ഒരു മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അത് ഓൺ ക്ലിക്ക് എന്ന ഇൻ്റർഫേസാണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതിലുള്ള ഇംപ്ലിമെൻറ്റ് മെത്തേഡ്സ് ഓവർറൈഡ് ചെയ്തു. അതിൽ ഓൺ ക്ലിക്ക് എന്നൊരു മെത്തേഡാണ് ഓവർറൈഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അത് ഓവർറൈഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഈ പ്രൈവറ്റ് ഇമേജസ് എന്ന അറേയുടെ താഴെയായിട്ട് ഒരു കോണ്ടെക്സ്റ്റ് പാരാമീറ്റർ കൊടുക്കണം. അതിൻ്റെ കൺസ്ട്രക്ടറിൽ നമ്മൾ അതുപോലെ this dot context equal to കോണ്ടെക്സ്റ്റ് എന്ന് കൊടുക്കണം. നമ്മൾ അതിന് മുമ്പായിട്ട് ഇവിടെയും കോണ്ടെക്സ്റ്റ് എന്ന് ഡിക്ലെയർ ചെയ്യണമായിരുന്നു. എന്നിട്ട് അതുപോലെ നമ്മളുടെ ഇവിടെ മൈ വ്യൂ ഹോൾഡർ വ്യൂ ഐറ്റം വ്യൂ കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് കോണ്ടെക്സ്റ്റ് കോമ ഇൻഡ് ഇമേജസ് എന്നിങ്ങനെയും കൊടുക്കുന്നു. അതെല്ലാം ഇവിടെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ദിസ് ഡോട്ട് കോണ്ടെക്സ്റ്റ് ഈക്വൽ ടു കോണ്ടെക്സ്റ്റ്. അത് നമ്മൾ ഇവിടെയും അതുപോലെ ഇനീഷ്യലൈസ് ചെയ്യണം. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അവിടെ ഒരു എറർ വന്നിട്ടുള്ളത്. കോണ്ടെക്സ്റ്റ് ഈക്വൽ ടു അതുപോലെ ഇൻഡ് ഇമേജസ്. ഇതിവിടെ വേണ്ട. this dot images equal to images. ഇനി ഇവിടെ ഒരു എറർ ഉണ്ടാകും. ഇവിടെ വ്യൂ എന്നുള്ളടത്ത് അവിടെ പാരാമീറ്റർ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത പാരാമീറ്റർ അതുപോലെ ഇവിടെയും കൊടുക്കുക. ഫസ്റ്റ് പാരാമീറ്റർ വ്യൂ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് പാരാമീറ്റർ കോണ്ടെക്സ്റ്റ് എന്നുള്ളതാണ്. അത് ഇവിടെ കോമയിട്ട് കോണ്ടെക്സ്റ്റ് കൊടുക്കുന്നു. തേർഡ് പാരാമീറ്റർ ഇമേജസ് എന്ന് അതും ഇവിടെ കൊടുക്കുന്നു. ഇവിടെ ഒരു സെമിക്കോളൻ ഇടാനുണ്ട്. ഇനി നമുക്ക് ഇൻഡൻറ്റ് വഴി പുതിയൊരു ആക്ടിവിറ്റിയാണ് ഇതിലേക്കാണ് പോകേണ്ടത്. അതിനായി ഇൻഡൻറ്റ് നെയിം കൊടുത്ത് ന്യൂ ഇൻഡൻറ്റ്. ഇനി നമുക്കവിടെ കോണ്ടെക്സ്റ്റ് പാസ് ചെയ്യുന്നത് കോണ്ടെക്സ്റ്റ് നമ്മുടെ ആക്ടിവിറ്റിയുടെ പേര് ഇമേജ് വ്യൂ ആക്ടിവിറ്റി
ക്ലാസ്. എന്നിട്ട് നമുക്ക് അതിന് നമ്മുടെ ഇമേജാണ് നമുക്ക് വേണ്ടി പാസ് ചെയ്യേണ്ടത്. അതിനായി പുട്ട് എക്സ്ട്രാ അതിനുള്ളിൽ ഒരു ഐ ഡി നമ്മൾ കൊടുക്കണം. അതിന് ഇമേജസ് ഐ ഡി എന്ന് നമ്മൾ നെയിം കൊടുത്തു, ഒരു നെയിം. എന്നിട്ട് നമ്മളവിടെ നമുക്ക് കൊടുക്കാനുള്ളതിൻ്റെ വാല്യൂ, അതായത് ഇമേജസ് അത് ഇൻറ്റിജർ ആണല്ലോ, അതുകൊണ്ട് ഈ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഗെറ്റ് അഡാപ്റ്റർ പൊസിഷൻ എന്ന് കൊടുക്കുക. എന്നിട്ട് സെമിക്കോളൻ വിടുക. ഇവിടെ നമ്മൾ ഇതൊരു ക്ലാസ് ഫയലാണ്. ഇത് മൊത്തത്തിൽ ഈ റീസൈക്കിൾ അഡാപ്റ്റർ എന്നുള്ളൊരു ക്ലാസ് ഫയലാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. context.start activity അതിനുള്ളിലേക്കാണ് നമ്മളുടെ ഇൻറ്റൻറ്റിൻ്റെ നെയിം കൊടുക്കുന്നു. അതായത് ഇൻറ്റൻറ്റ് എന്ന് തന്നെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് കൊടുക്കുന്നു. ഇവിടെ മെയിൻ ആക്ടിവിറ്റിയിൽ ഇവിടെ അഡാപ്റ്ററിന് റീസൈക്കിൾ അഡാപ്റ്റർ ഇമേജസ് എന്നുള്ളിടത്ത് ഒരു എറർ കാണും. അവിടെ നമ്മൾ കോമ ഇട്ടിട്ട് അവിടെ നമ്മൾ കണ്ടക്സ് ആണ് പാസ് ചെയ്യേണ്ടത്. കണ്ടക്സ് പാസ് ചെയ്തത്, അതായത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഇവിടെ നമ്മളൊരു കണ്ടക്സ്റ്റ് എന്നൊരു കൺസ്ട്രക്ടർ നമ്മൾ കണ്ടക്സ്റ്റ് എന്നതും കൂടി ഇവിടെ ആഡ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മളവിടെ ദിസ് എന്നുള്ളത് കൊടുക്കേണ്ടി വന്നത്. ഇനി ഇമേജ് വ്യൂ ആക്ടിവിറ്റിയിൽ ഇത് ഈ എറർ നമ്മൾ മെയിൻ ചെയ്യേണ്ട. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇമേജ് വ്യൂ കൊടുക്കാം. ഇമേജ് വ്യൂ എന്ന് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അതിന് ഐ ഡി ആയി ലേഔട്ട് ഫയലുമായി ബന്ധിക്കും. ഇമേജ് വ്യൂ ആയിക്കോട്ടെ ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി r.id.image എന്നാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. ഇമേജ് എന്ന് കൊടുത്തു. എന്നിട്ട് ഇമേജ് വ്യൂ ഡോട്ട് സെറ്റ് ഇമേജ് റിസോഴ്സ് എന്നുള്ളിടത്ത് ഗെറ്റ് ഇൻറ്റ് എക്സ്ട്രാ എന്നുള്ളിടത്ത് നമ്മൾ അതിൻ്റെ ഐ ഡി കൊടുക്കുന്നു. അതായത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഐ ഡി ഇത് എന്താണോ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കേണ്ടത്. അവിടെ ഞാൻ ഇമേജസ് ഐ ഡി എന്നാണ് കൊടുത്തിട്ടുള്ളത്. കൊടുത്തു കോമിട്ടിട്ട് ഒരു ഡിഫോൾട്ട് വാല്യൂ അടിക്കുക. ഞാൻ 0 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇൻസ്റ്റാൾ സക്സസ്ഫുള്ളി ആയി. ഇപ്പോൾ നമ്മൾ ആദ്യം മുമ്പത്തെ ഇമേജിൽ കൊടുത്ത പോലെ നമ്മൾ 6 ഇമേജസും ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇനി ഒരു ഫസ്റ്റ് ഇമേജ് ക്ലിക്ക് ചെയ്ത് നോക്കാം. എന്തൊരു എറർ പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നമ്മുടെ ഐറ്റം വ്യൂയിലേക്ക് നമ്മുടെ ക്ലിക്ക് ലിസണർ കണക്ട് ചെയ്യേണ്ടത്. അതായത് ഐറ്റം വ്യൂ ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ എന്നുള്ളിടത്ത് ദിസ് എന്നൊക്കെയാണ് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ഈ മെത്തേഡ്, അതായത് ഇതിലുള്ള വ്യൂ ഇതിലുള്ള ഓരോ ഒബ്ജക്റ്റും ഓരോ ഇമേജും ഓരോ വ്യൂ ഹോൾഡർ ഒബ്ജക്റ്റാണ്. അതായത് ഈ ഓരോ ഐറ്റം വ്യൂ ആണ്. ഈ ഓരോ ഐറ്റം വ്യൂവിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴും ഈ ദിസ് എന്നത്, അതായത് ഈ മെത്തേഡ് വർക്ക് ചെയ്യും. ഈ മെത്തേഡിലാണ് നമ്മുടെ ഇമേജ് നമ്മൾ സെൻഡ് ചെയ്യുന്നതായി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്നും കൂടി റൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇവിടെ എല്ലാ ഇമേജ് വന്നിട്ടുണ്ട്. നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഇമേജ് വന്നിട്ടുണ്ട്. ബാക്ക് അടിച്ചു. സെക്കൻഡ് ഇമേജ് സെലക്ട് ചെയ്തു. അതിവിടെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇമേജ്, അങ്ങനെ എല്ലാ ഇമേജും വന്നിട്ടുണ്ട്. നമ്മളിവിടെ റാപ്പ് കണ്ടന്റ് എന്നാണ് അതിൻ്റെ ഹൈറ്റും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിന് ആവശ്യമായ സൈസിൽ ആ ഇമേജ് അവിടെ വന്നുകൊള്ളും. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.